എല്ലാവരും ജർമ്മനിയുടെ പിന്നാലെയുള്ള ഒരു ഓട്ടത്തിലാണ്. മാത്രമല്ല യൂറോപ്പിൽ പോകുമ്പോൾ കുട്ടികളുടെ ഒരു പേടിയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. യൂറോപ്പിനെ തന്നെ സ്റ്റാർട്ടപ്പ് ഹബ്ബ് എന്ന് വിളിക്കാം. വെറും 150 യൂറോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഇരുന്നുകൊണ്ടും ഒരു കമ്പനി തുടങ്ങാനും യൂറോപ്പിൽ ഏറ്റവും എഫോർഡബിൾ ആയതും അതേപോലെ തന്നെ പഠിച്ചിറങ്ങിയാൽ ജോലി സാധ്യതയുമായുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം കാനഡയും UK ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം ഇന്ന് കുട്ടികൾ ഏറ്റവും അധികം ഓപ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. പക്ഷേ അതിൽ തന്നെ ഷെങ്കൻ ഏരിയ എന്ന് പറയുന്നത് 29ഓളം രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ ഇതിൽ ഏത് രാജ്യം പഠിക്കണം? അതിൽ നോർഡിക് രാജ്യങ്ങളുണ്ട്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാം ബാൾട്ടിക് സ്റ്റേറ്റ്സ് ഉണ്ട്, സെൻട്രൽ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഏത് പിക്ക് ചെയ്യണം? നമുക്ക് എഫോർഡബിൾ ആയാൽ മാത്രം പോരാ, പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി നല്ല റാങ്ക് ഉണ്ടാവണം. ഇത് രണ്ടും ഉണ്ടായാലും മാത്രം പോരാ, പഠിച്ചിറങ്ങിയ ശേഷം ജോലി സാധ്യത ഉണ്ടായിരിക്കണം. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ എൻ്റെ യൂറോപ്യൻ യാത്രകൾക്കിടയിൽ നിന്നും ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ എൻ്റെ അനുഭവത്തിൽ നിന്ന് 5 എക്കണോമികൾ ഞാൻ ഏറ്റവും അധികം സജസ്റ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു അവസരത്തിൽ. അതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. യൂറോപ്പിൽ ചെലവ് കുറഞ്ഞ് പഠിക്കാൻ സാധിക്കുകയും അതുപോലെ നല്ലോണം തൊഴിൽ അവസരങ്ങളുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ബെൽജിയം. ബെൽജിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ എക്കണോമികൾ, അതായത് ജർമ്മനി, ഫ്രാൻസ്, പിന്നെ നമ്മളെല്ലാവരും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നെതർലാൻഡ്സ്, ലക്സംബർഗ് പോലത്തെ എക്കണോമികൾ, ഇങ്ങനെ 4 രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ടാണ് ബെൽജിയം. മാത്രമല്ല യൂറോപ്പിൽ പോകുമ്പോൾ കുട്ടികളുടെ ഒരു പേടിയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഏകദേശം 116 ജില്ലകളിലായി, പ്രൊവിൻസുകളിലായി 160-ൽ പരം ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരാണ് ബെൽജിയത്തിൽ. അതായത് ദുബായിക്ക് ശേഷമുള്ള മോസ്റ്റ് മൾട്ടി കൾച്ചറൽ രാജ്യമെന്നർത്ഥം. ഇവിടെ പഠിക്കാനായിട്ട് വരുന്ന ചിലവ് വെറും 3 ലക്ഷം രൂപയാണ് പെർ ഇയർ. അനേകം ഓപ്ഷൻസ് നമുക്കിവിടെ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആണ് കോഴ്സുകളിൽ. പ്രധാനമായിട്ടും നമുക്ക് ഫിൻടെക്, എഡ്ടെക്, ഇൻഷുറൻസ്, ഇത്തരം മേഖലകളിലാണ് ബെൽജിയത്തിൻ്റെ സാധ്യതകളുള്ളത്. നൈബറിംഗ് നേഷനായിട്ട് ഇത്രയും നല്ല എക്കണോമികൾ ഉള്ളതുകൊണ്ട് തന്നെ ജോലിക്കായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു അവസ്ഥ ഒരിക്കലും ബെൽജിയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടിക്ക് വരില്ല എന്നർത്ഥം. രണ്ടാമത്തെ രാജ്യം ഓസ്ട്രിയ. എല്ലാവരും ജർമ്മനിയുടെ പിന്നാലെയുള്ള ഒരു ഓട്ടത്തിലാണ്. ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജാണ് ജർമ്മനി, നമുക്കറിയാം. എന്നാൽ ഓസ്ട്രിയ ബാച്ചിലേഴ്സിന് പോകുമ്പോൾ ടെക്നിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് കോഴ്സ് എടുക്കുന്ന കുട്ടിക്ക് ദ ബെസ്റ്റ് കൺട്രിയാണ്. അതിനൊരു റീസൺ ഉണ്ട്. ജർമ്മനിയിൽ പലപ്പോഴും നമുക്കറിയാം ബ്ലോക്ക്ഡ് അക്കൗണ്ട് വരുന്നുണ്ട്. ഒരു 10 lakh rupees നമുക്ക് ബ്ലോക്ക്ഡ് ആയിട്ട് വെക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ 13 years ഓഫ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുകയോ അതിനുവേണ്ടി സ്റ്റുഡൻറ്റ് കുളിയിലേക്ക് പഠിക്കാൻ പോവുകയോ അല്ലെങ്കിൽ ജർമ്മൻ ഭാഷ പഠിക്കുകയോ, ഇങ്ങനത്തെ കുറേ ഹേർഡിൽസ് നമുക്കുണ്ട്. അതേസമയം ഓസ്ട്രിയയിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നമ്മുടെ 12 years ഓഫ് സ്കൂളിംഗ് വെച്ചുകൊണ്ട് തന്നെ ജർമ്മൻ ഭാഷ പ്രൊഫിഷ്യൻസി ഇല്ലാതെ IELTS മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ബാച്ചിലേഴ്സിൽ പഠിക്കാൻ പോകാം. മൂന്നാമത്തെ എക്കണോമി എന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിചിതമായ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ എക്കണോമിയായ ജർമ്മനി തന്നെയാണ്. ജർമ്മനി ഏകദേശം 3.5 ട്രില്യണോളം എക്കണോമിക് സൈസ് വരുന്നുണ്ട്. അതായത് ഒരുപാട് ടെക്നോളജി ഓറിയൻറ്റഡ് പ്രോഗ്രാം മേഖലകളിൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു രാജ്യമാണ് ജർമ്മനി എന്നർത്ഥം. ഇവിടെ പക്ഷേ ഞാൻ ഏറ്റവും അധികം സജസ്റ്റ് ചെയ്യാറുള്ളത് മാസ്റ്റേഴ്സ് പ്രോഗ്രാം തന്നെയാണ്. അതിനൊരു കാരണവുമുണ്ട്. അതായത് ബാച്ചിലേഴ്സിന് 13 years സ്കൂളിംഗ് എന്നുള്ള ഒരു കടമ്പയും ജർമ്മൻ ഭാഷ പഠിക്കണം എന്നുള്ള പ്രശ്നങ്ങളും നമുക്ക് വലിയ ഒരു കടമ്പ തന്നെയാണ്. അപ്പോൾ 10 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആയിട്ട് നമ്മൾ നിക്ഷേപിക്കാൻ തയ്യാറാണെങ്കിൽ 1 രൂപ പോലും ചിലവില്ലാതെ, അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടാക്സ് എലമെൻറ്റും കൂടെ 5,000 to 15,000 റേഞ്ചിൽ നമ്മൾ ഒരു ഇയറിൽ കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ അത് മാത്രമാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിലവ് വരുന്നത്. സോ ടെക്നോളജി ഓറിയൻറ്റഡ് പ്രോഗ്രാംസിൻ്റെ ബാച്ചിലേഴ്സിന് ഓസ്ട്രിയയും മാസ്റ്റേഴ്സിനാണെങ്കിൽ ജർമ്മനിയും. ഇനി അടുത്ത രാജ്യം എന്ന് പറയുന്നത് ലിത്വാനിയയാണ്. ലിത്വാനിയയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും നൈബറിംഗ് ആയിട്ടുള്ള രാജ്യം പോളണ്ടാണ് യൂറോപ്പിലെ ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം പോളണ്ടിന് ധാരാളം വെയർ ഹൗസിംഗ് ഫെസിലിറ്റീസ്, ലോജിസ്റ്റിക്സ് കമ്പനീസ് വരുന്ന പോലെ തന്നെ മറ്റ് മേഖലകളിൽ സർവീസ് ഇൻഡസ്ട്രികളിലും ധാരാളം മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ പ്രസൻസ് ഉണ്ട്. പോളണ്ടിൻ്റെ ക്യാപിറ്റലായ വാർസോവിൽ നിന്ന് ഏകദേശം 4 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വിൽനസ് എന്ന് പറയുന്ന ലിത്വാനിയയുടെ ക്യാപിറ്റലിലെത്താം. ഇവിടെയാണെങ്കിലും ധാരാളം യൂണിവേഴ്സിറ്റി ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതായത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും പബ്ലിക് യൂണിവേഴ്സിറ്റീസും, അതും QS റാങ്കിങ്ങിൽ ഗ്ലോബൽ റാങ്കിങ്ങിൽ ഉൾപ്പെട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണെന്ന് ആലോചിക്കണം. നമുക്ക് ഏകദേശം ഒരു 60% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ലിത്വാനിയയിൽ ധൈര്യമായിട്ട് നമുക്ക് അഡ്മിഷൻ മേടിക്കാവുന്നതാണ്. അതിനൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 4 year ബാച്ചിലേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമായിരിക്കും നമുക്ക് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് ലിത്വാനിയ പോസിബിൾ ആയിട്ടുള്ളത്.
അതോടൊപ്പം ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ഒരു 90% റേഞ്ചിലൊക്കെ മാർക്കുള്ള +2 മേടിച്ചിട്ടുള്ള കുട്ടിയാണെങ്കിൽ ബാച്ചിലേഴ്സിന് ഫുള്ളി ഫണ്ടഡ് ആയിട്ട് പഠിക്കാവുന്ന സ്കോളർഷിപ്പിനും ലിത്വാനിയയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ജോലി സാധ്യതകൾക്കായി നൈബറിംഗ് നേഷനായിട്ടുള്ള പോളണ്ടും അല്ലെങ്കിൽ ലിത്വാനിയയിൽ തന്നെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് പ്രൊഫഷനിൽ ധാരാളം ഷോർട്ടേജ് സ്കില്ല് പെട്ടിട്ടുള്ള പ്രൊഫഷൻസ് വേറെയും റിലേറ്റഡ് ഫീൽഡ് വരുന്നതുകൊണ്ട് തന്നെ ജോലി സാധ്യതകൾക്ക് അത്ര മോശമല്ലാത്ത ഒരു ഓപ്ഷൻ തന്നെയാണ് ലിത്വാനിയ. ഇനി അടുത്ത ഫൈനൽ 5th ഓപ്ഷൻ എന്ന് പറയുന്നത് എസ്റ്റോണിയയാണ്. യൂറോപ്പിൻ്റെ തന്നെ സ്റ്റാർട്ടപ്പ് ഹബ്ബ് എന്ന് വിളിക്കാം. വെറും €150 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഇരുന്നുകൊണ്ടും ഒരു കമ്പനി തുടങ്ങാനും അത് ഓപ്പറേറ്റ് ചെയ്യാനും സാധിക്കുന്ന ഹൈലി ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമിയാണ് എസ്റ്റോണിയ. അതായത് അവിടെ പഠിക്കാനായിട്ട് നമുക്ക് വരുന്ന കോസ്റ്റ് ലിത്വാനിയയിൽ ഒരു 3 lakhs പെർ ഇയർ ആണ് വരുന്നതെങ്കിൽ എസ്റ്റോണിയയിൽ അറൗണ്ട് ഒരു 5 lakhs ആണ് വരുന്നത്. മറ്റൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ഏറ്റവും ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ വരുന്ന ഫിൻലാൻഡ് എന്ന് പറയുന്ന രാജ്യം, അത് എസ്റ്റോണിയയുടെ ക്യാപിറ്റലായ ടാലിൽ നിന്നും വെറും 2 മണിക്കൂർ അകലമാണ് ഫെറി സർവീസിൽ. അതായത് ഫിൻലാൻഡിൻ്റെ ഒരു മേജർ ട്രേഡിംഗ് പാർട്ട്ണർ എന്നതിന് പറയാം. ഫിൻലാൻഡിൽ നമുക്ക് ഒരു 10 ലക്ഷം രൂപയൊക്കെ പെർ ഇയർ ട്യൂഷൻ ഫീ വരുന്നുണ്ടെങ്കിൽ എസ്റ്റോണിയയിൽ ആകെ 5 ലക്ഷം രൂപയാണ് വരുന്നത്. ഇവിടുത്തെ യൂണിവേഴ്സിറ്റി, സ്റ്റാലിൻ യൂണിവേഴ്സിറ്റിയും ടൊർട്ടു യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് ഗ്ലോബൽ റാങ്കിങ്ങിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റീസുമാണ്. ഇവിടേക്ക് എൻട്രി നമുക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ പബ്ലിക് യൂണിവേഴ്സിറ്റീസും മിനിമം ഒരു 60% മാർക്സാണ് ചോദിക്കുന്നത്. IELTS സ്കോർ വേണം, എന്നിരുന്നാലും 6 സ്കോറിന് താഴെയാണെങ്കിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ 5 എക്കണോമീസാണ് എൻ്റെ അഭിപ്രായത്തിൽ യൂറോപ്പിൽ ഇന്ന് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളതും ജോബ് മാർക്കറ്റിൽ മുന്നിൽ നിൽക്കുന്നതും എക്കണോമിക്കലായിട്ടുള്ളതും എൻട്രി റിക്വയർമെൻറ്റ്സ് ആവറേജായി നിൽക്കുന്നതും.